നൂലുകെട്ട് കഴിഞ്ഞ് കുഞ്ഞിനെ മഹിയും കൊണ്ടുപോവാൻ കണ്ണേട്ടന് വലിയ ധൃതിയാണല്ലോ. കണ്ണേട്ടനോട് ഇങ്ങനെ ചെയ്തവര് മഹിയും കുഞ്ഞിനെ വെറുതെ വിടുവോ? ആരെയും വിശ്വസിക്കാൻ പറ്റാതായി. ഈ വേട്ടനായ്ക്കളെയൊക്കെ ഇനി എന്ത് ചെയ്യൂടാ? കൊല്ലണം. എന്നിട്ട് മാർക്കോ അവനൊന്നും ചെയ്തില്ലേ? മാർക്കോ അവന്റെ വീട്ടിലേക്ക് ഉണ്ണിയും കൊണ്ടുപോയി. പിന്നീട് ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ കൂടെ ഉണ്ണി ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പോയ ഉണ്ണിയല്ല, വീൽ ചെയറിലായ ഉണ്ണി. മാർക്കോ അവന്റെ കാല് തല്ലി ഒടിച്ചു. അവന്റെ കാല് മാത്രമല്ല, അവന്റെ കൈയും കൂടി തല്ലി ഒടിക്കണമായിരുന്നു. AC-ക്കകത്ത് വിഷം കടത്തി വിട്ടതാ അല്ലടാ? അതെ. കണ്ണേട്ടനിപ്പോ അവന്റെ അമ്മയെ നല്ല വിശ്വാസമാണല്ലോ. അവരും അറിഞ്ഞുകൊണ്ടായിരിക്കും ഇതൊക്കെ ചെയ്ത്. ഞാനത് അവരോട് ചോദിച്ചു. അമ്മയ്ക്ക് ഇതിനകത്ത് പങ്കില്ലെന്നാ തോന്നുന്നത്. അവരീ സംഭവം അറിഞ്ഞ ശേഷം ഒരേ കരച്ചിലായിരുന്നു. കണ്ണീര് കൊണ്ടാ ഇവരൊക്കെ കാര്യം നേടാൻ ശ്രമിക്കുന്നത്. കരുണയുടെ വന്നിട്ടുണ്ടല്ലോ ഇനി തെറ്റുകളൊന്നും പറ്റില്ലെന്ന് പറയാനായിട്ട്. എന്നിട്ട് അവള് തെറ്റ് ചെയ്യാതിരുന്നോ? എന്നാലും ഇത് കുറച്ച് കടുത്തു പോയല്ലോ കണ്ണേട്ടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമായി പോയെന്ന്. എടാ, നീയും മഹിയും കുഞ്ഞും അവിടെയുള്ള സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ നിങ്ങൾ രണ്ടാളും രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ കുഞ്ഞിന്റെ കാര്യം, ഇതുപോലുള്ള വിഷവാതകം ശ്വസിച്ച കുഞ്ഞ് ഹോസ്പിറ്റലിൽ വരെ ജീവനോടെ എത്തോ? എന്തായാലും ഇങ്ങനെയൊക്കെ നടന്നതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു എനിക്ക് നടക്കാൻ പറ്റുമെന്ന്. ഉണ്ണിക്കും അവന്റെ അമ്മയ്ക്കും മാത്രമല്ല, കരുണയ്ക്കും. കരുണയ്ക്ക് അത് വലിയ ഷോക്കായി കാണും. ഷോക്കാവട്ടെ. പിന്നെ അവള് കരുതിയോ കണ്ണേട്ടൻ എന്നും വീൽ ചെയറിൽ തന്നെ ഇരിക്കുമെന്ന്? അതുകൊണ്ട് തന്നെയാ നടന്നു വരുന്ന കണ്ണേട്ടനോടൊപ്പം വീൽ ചെയറിൽ വരുന്ന അവളുടെ ഭർത്താവിനെ അവൾക്ക് കാണേണ്ടി വന്നത്. ഇതൊക്കെ എന്ത് ജന്മങ്ങളാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ മനുഷ്യരുണ്ട് നമുക്കിടയിൽ. അത്തരം മനുഷ്യരെ വളർത്തുന്നത് നമ്മൾ തന്നെയാടാ. നിലയ്ക്ക് നിർത്തണമായിരുന്നു ഉണ്ണിയെ നേരത്തെ തന്നെ. അവന് മഹി കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടല്ലോ. പിന്നെ എന്തിനാ അവന് ശമ്പളം കൊടുക്കുന്നേ? അതെ കണ്ണേട്ടാ, വാമദേവന് കൊടുക്കുന്ന എല്ലാ വരുമാനവും നിർത്തിയല്ലോ. അതുപോലെ അവനുള്ളത് നിർത്ത്. നീയല്ലേ കുടുംബം നോക്കുന്നേ? പിന്നെ എന്തിനാ അവന് ബാങ്ക് ബാലൻസ് ഉണ്ടാക്കി കൊടുക്കുന്നേ? അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടാ ഗുണ്ടുകൾക്ക് കൊടുക്കാൻ അവന്റെ കയ്യിൽ പൈസ ഉണ്ടായത്. അങ്ങനെ പോലും പൈസ മുടക്കാത്തവനാ. പിന്നെ ഇവിടെ എനിക്കെന്തെങ്കിലും സംഭവിച്ചാ അതിൽ നിന്നുണ്ടാവുന്ന നേട്ടത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോ പൈസ പോകുന്നത് കാര്യമൊക്കെ കാണില്ലായിരിക്കും. ഇങ്ങനൊരു അവസ്ഥയിൽ നൂലുകെട്ട് കഴിഞ്ഞാലും മഹിയും കുഞ്ഞിനെ അങ്ങോട്ട് വിടാൻ എനിക്ക് പേടിയാ. അല്ലെങ്കിൽ തന്നെ നിനക്ക് അങ്ങോട്ട് വിടാൻ മനസ്സില്ല. അതിന്റെ കൂടെ ഇതും ഒരു കാരണമായി. അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് വെച്ചോ. പിഞ്ചു കുഞ്ഞ, അതിനെയാ പിശാച് കയറിയ കുറെ എണ്ണത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. എന്തെല്ലാം പ്രതിസന്ധികൾ അതിജീവിച്ച മഹി ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്. അതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണം. സിദ്ധയായ അമ്മ ചിലപ്പോ പറഞ്ഞു കാണുമായിരിക്കും, കുഞ്ഞ് ഭാഗ്യമുള്ള കുഞ്ഞാണ്, ദൈവാധീനമുള്ള കുഞ്ഞാണെന്നൊക്കെ. പക്ഷേ നമ്മുടെ അനാസ്ഥ കൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ദൈവം കണ്ണടച്ചെന്ന് വരും. കാരണം അത് നമ്മുടെ അഹങ്കാരം കൊണ്ട് സംഭവിക്കുന്നതാ. എല്ലാം അറിഞ്ഞിട്ടും നമ്മൾ വിട്ടുവീഴ്ച ചെയ്തതിന്റെ ഫലമാ. രണ്ടാളും ഇനി കുറച്ചുകൂടി കാര്യങ്ങൾ സീരിയസ് ആയിട്ട് ചിന്തിച്ചേ പറ്റൂ. രഹേ, അവർ സംസാരിക്കട്ടെ. നീ വാ. കാറ് മനഃപൂർവ്വം കേടാക്കിയിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഞാൻ കരുതിയില്ല ഇനി ജീവനോടെ തന്നെയും കുഞ്ഞിനെയും കാണാൻ പറ്റുമെന്ന്. ആ സമയത്തൊക്കെ നിങ്ങൾ മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ.